ഹായ്, നമസ്കാരം. എന്നെ പോലുള്ള കുറച്ച് പുരുഷന്മാർ ഈ സമൂഹത്തിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമത്തെ പറ്റി നിങ്ങളുടെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരു മിനിറ്റെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോകും. ഒരുപക്ഷെ നിങ്ങളും ഞാൻ അനുഭവിക്കുന്ന അതേ വിഷമം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പൊ ഏതാണ്ട് 7 മണി കഴിഞ്ഞിട്ടാ. ഈ വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വീട്ടിനകത്ത് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കേട്ടോ. ഞാനിപ്പോ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്കിന്റെ വീട്ടിനകത്തോട്ട് കയറാന്ന് പറയുന്നത്, എന്റെ വീടിന്റെ ടിവിക്കകത്ത് നിന്ന് വരുന്നതെന്ന് പറയുന്നത് അവിഹിതം, പീഡനം, ബലാത്സംഗം, കുടുംബ വഴക്ക്, അങ്ങനെയുള്ള എല്ലാ തരികിട പരിപാടികളും അടങ്ങിയിട്ടുള്ള സീരിയൽ എന്ന് പറയുന്ന ഒരു സാധനം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് കുറച്ച് വെള്ളം ചോദിച്ചു ചെന്നാൽ തന്നെ എനിക്ക് നല്ല അടി കിട്ടുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന, എന്നെ പോലെ ഈ ഒരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളൊന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നിങ്ങൾ എന്നിൽ നിന്ന് വിപരീതമല്ലെന്നും വ്യത്യസ്തമല്ലെന്നും എനിക്കറിയാം. അപ്പൊ നമ്മുടെ ഈ ഒരു വിഷമം സമൂഹം, കേരള സമൂഹം അല്ലെങ്കിൽ ലോകം അറിയണം എന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. പലരും പറയാൻ മടിച്ചതായിരിക്കും, പക്ഷെ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റിയ വഴിയില്ല. അപ്പൊ നമ്മളെ പോലെ ആളുകൾ പ്രതികരിക്കാനായിട്ട് മുന്നോട്ടിറങ്ങണം കേട്ടാ. വളരെ 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 ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് സുഹൃത്തുക്കളെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സീരിയൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരു സാധനം തന്നെയായിരിക്കും. എന്തൊക്കെയാണല്ലേ അവിഹിതം, നേരത്തെ പറഞ്ഞതില്ല, പീഡനം, കുടുംബവഴക്ക്, തമ്മിത്തല്ല്, സ്നേഹസമ്പന്നമായിട്ടുള്ള ഒന്നും തന്നെ ആ സാധനത്തിൽ നിന്ന് ആ ഒരു എന്താണ് ഒരു ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തോട്ട് വരില്ല. അപ്പൊ ഇതേ ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഓക്കെ, ബൈ.